ഹലോ, ഞാൻ പാറു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ആൻഡമാൻ സീരീസ്. ഇന്ന് ഡേ 1 കാണാം കേട്ടോ. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് നമ്മളിന്ന് പോകുന്നത് പോർട്ട് ബ്ലെയർ എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിൻ്റെ പേര് വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, കണക്ഷൻ ഫ്ലൈറ്റ് വയ ചെന്നൈ ആൻഡ് ബാംഗ്ലൂരാണ് കേട്ടോ ഉള്ളത്. എയർപോർട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ ട്രാവൽ ഏജൻറ്റ് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളീനെ മീറ്റ് ചെയ്ത് ലഗേജൊക്കെ കൊടുത്ത് നമ്മൾ നേരെ കൊണ്ടുപോയത് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് ഫ്രഷൊക്കെ ആയി ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് കാർബിൻസ്കോഫ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആൻഡമാനിൽ പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബീച്ചിലേക്കാണ് കേട്ടോ. ഇവിടെ കൂടുതലും പോർട്ട് ബ്ലെയറിൽ ആൾക്കാരും വരുന്നൊരു ബീച്ചാട്ടോ. ഇവിടെ കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ കാറ് കണ്ടോ, നിങ്ങൾ അഹാന കൃഷ്ണയുടെ വീഡിയോയിൽ, അബുദാബി വീഡിയോയിൽ ഇങ്ങനെ ഈ കാറ് കടലിൽ കൂടെ ഓടിക്കുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ബോട്ട് കാറിൻ്റെ ഒരു ഷേപ്പിലും ഇരിക്കുന്ന. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇനി നമുക്ക് കമ്മിങ് ഡേയ്സിൽ വേറെ കുറേ ബീച്ചസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ നേരെ ഫ്ലാഗ് പോയിന്റിലേക്ക് പോയി. ഈ 1943 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാവോ? ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് എന്താണെന്നറിയോ? 1947 അതിനു മുന്നേ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുറത്താക്കി വിട്ട ദിവസമല്ല വർഷമാണ് 1943. അന്നാണ് ആദ്യമായിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തത്. അത് ഈ പോർട്ട് ബ്ലെയറിലാണ്. അങ്ങനെ വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഈ റോട്ടിലേക്ക് ഇങ്ങനെ ഈ പോകുന്ന ഈ വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. ചുറ്റും കടലായതുകൊണ്ട് നല്ല രസമാണ്. രാത്രിയാകുമ്പോൾ ഇവിടെ നേവിയുടെ, കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ ഷിപ്പൊക്കെ ഉണ്ട്. അത് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് ഒരു 5-10 മിനിറ്റ്സ് ഇവിടെ ഒരു ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയത് ജാനുവരി അവസാനം ഒരു ഫെബ്രുവരി ടൈമിലൊക്കെ ആയതുകൊണ്ട് നല്ല വെതറായിരുന്നു. ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ഇട്ട് അവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ആകാശവും ഈ ഫ്ലാഗും ഈ കടലും ഈ നേവിയുടെ ഷിപ്പും ഇതൊക്കെ നോക്കിയിരിക്കാനൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോന്നു. കാരണം നമുക്ക് നാളെ രാവിലെ 6:30 മണിക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം. കാരണം നമുക്കൊരു ക്രൂസ് പിക്കപ്പ് ഉണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് ലോക്ക്. നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യണേ. ബൈ.